ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിരം നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായത്തിലെ 41 വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ ക്ലാസ് നയിക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം പഠനാവതു പഠനവുപനക്തു സഹവീതം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതഗത്യം ദ്വൈപായനോ വിരഹവാദരയാജുഹാവ പുത്രേതി തന്മയതയാതരവോ നീതുഷ്ടം ഭഗവത്ബോധഹൃദയം സമാധർമ്മയുടെ എല്ലാ പഠിതാക്കൾക്കും നിയതമായിട്ടുള്ളതാണ്. പറഞ്ഞ സ്കന്ധം 7-ാം അധ്യായം ശ്ലോകം 42 ആരംഭിക്കും. സ്തുതിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ദേവഗണങ്ങളും ആ യജ്ഞത്തിൽ പങ്കെടുത്ത യജമാനും യജമാനപത്നിയും ഭദസ്യരും ഋഷിമാരും എല്ലാം ആ യജ്ഞത്തെ അപൂർണമാക്കിയതിന്റെ ഉത്തരവാദികളായതുകൊണ്ട് തങ്ങൾ ചെയ്ത ഒരു തെറ്റിന്റെ പ്രായശ്ചിത്തമായി അവരെല്ലാം മഹാദേവനെ സ്തുതിക്കുകയാണ്. ഇനിയും ദേവാവുച്ചു ദേവന്മാർ സ്തുതിക്കും. പുരാകൽപാപായേ സുഹൃതമുദരീകൃത്യ വികൃതം ത്വമേവാദ്യസ്തുഫലില പുരകേന്ദ്രാതിശയനേ പുമാൻ ശേഷേ സിദ്ധിർഹൃദി വിമർശിതാധ്യാത്മപദവി സയേവാദ്യാക്ഷ്ണോയ്യ പചരഫി വിദ്യാനവഫിന. പണ്ട് കൽപ്പാപായം, ഒരു കൽപ്പം കഴിഞ്ഞപ്പോൾ, അപായം നശിച്ചപ്പോൾ, ഒരു കൽപ്പം തീർന്നപ്പോൾ, സുഹൃതം തന്നാൽ ഉണ്ടാക്കപ്പെട്ടത് ഉദരത്തിലാക്കി ചെയ്തിട്ട് ഉദരത്തിലാക്കി ചെയ്തിട്ട് താൻ സൃഷ്ടിച്ച സമസ്ത ജീവജാലങ്ങളുടെയും സൂക്ഷ്മാംശത്തെ തന്റെ ഉദരത്തിലേക്ക് നിറച്ചിട്ട് വികൃതം വികാരപ്പെട്ടത്, മാറ്റമുണ്ടായത് അർത്ഥം. സ്വകൃതം വികൃതം ഉദരീകൃത്യം തന്നാൽ ചെയ്യപ്പെട്ട വികാരഭേദങ്ങളുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങളെ തൻ്റെ ഉദരത്തിലേക്ക് വഹിച്ചിട്ട് ത്വമേവ അങ്ങ് തന്നെ ആദ്യനാണ്. തസ്മിൻ സലിലെ ആ വെള്ളത്തിൽ ഉരകേന്ദ്രാതിശയനെ പാമ്പ് കിടക്കയിൽ, ഉരകേന്ദ്രൻ സർപ്പശ്രേഷ്ഠൻ ആകുന്ന ശയനെ കിടക്കയിൽ, പുമാൻ പുരുഷനായി, ശേഷേ കിടക്കും ശയിക്കും ശേഷേ, സിദ്ധഹൃദി വിമർശിത അധ്യാത്മപദവി സിദ്ധന്മാരാൽ ഹൃദയത്തിൽ വിമർശിത അധ്യാത്മപദവിയിൽ, സിദ്ധന്മാരാൽ ഹൃദയത്തിൽ വിമർശിക്കപ്പെട്ട അധ്യാത്മപദവിയോട് കൂടിയവനായ, സിദ്ധന്മാരാൽ ഹൃദയത്തിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്ന, വിമർശനത്തിന് ചിന്ത, വിചാരം എന്നുള്ള അർത്ഥം. മലയാളത്തിലെ വിമർശനം എന്നുള്ള അർത്ഥം നമുക്ക് അറിയൂ. അതുകൊണ്ടാണ് വിമർശിത അധ്യാത്മപദവി. ഏവ അവൻ തന്നെയാണ് ആദ്യാക്ഷ്ണോര്യ, അവൻ തന്നെയാണ് ആദ്യനായത്. അദ്യ ഇന്ന്, അക്ഷ്ണോഹു കണ്ണുകളുടെ, ഏവ അദ്യ അക്ഷ്ണോഹു കണ്ണുകൾക്ക്, യാതൊരുവനാണോ പഥി വഴിയിൽ, കണ്ണിന്റെ മാർഗത്തിൽ, കാഴ്ചയിൽ എന്നുള്ളർത്ഥം, ചരഫി സഞ്ചരിക്കുന്നു,
ഭൃത്യാൻ അവഫി, ഭൃത്യന്മാരെ രക്ഷിക്കുന്നു. അവധി രക്ഷിക്കുകയാണ്, അതിന് മധ്യപുരുഷനാണ്. അവഫി രക്ഷിക്കുന്നു അർത്ഥം. നഹ ഞങ്ങളായ ഭൃത്യന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ പരമേശ്വരൻ എന്നുള്ള ഭാവത്തിലല്ല, ഇതൊക്കെ അപ്പുറത്ത് വൈകുണ്ഠവാസിയായ സാക്ഷാൽ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും കൽപ്പാവസാനത്തിൽ അങ്ങയുടെ ഉള്ളിലേക്ക് ലയിപ്പിച്ചു. എന്നിട്ട് ഉത്കൃഷ്ടമായ അനന്തശയനത്തിൽ കിടന്നുകൊണ്ട് ആ സ്വരൂപത്തെ സനകാദികളായ ഋഷിമാർ ഹൃദയത്തിൽ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സ്വരൂപത്തെ ഞങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പറ്റി. ഇതൊരു ഭാഗ്യം. അങ്ങയെ ആശ്രയിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. രക്ഷിക്കണേന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന കൂടാതെ രക്ഷിക്കുക അങ്ങയുടെ സ്വഭാവം തന്നെയാണ്. മാതാപിതാക്കൾക്ക് അർപ്പിക്കുന്ന കുട്ടികളെ രക്ഷിക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. രക്ഷിതാക്കളാണ്, രക്ഷാകർത്താക്കളാണ്. അവരുടെ കടമയാണ്, ബാധ്യതയാണ്. അവർക്കറിയാം തങ്ങളുടെ മക്കളെ രക്ഷിക്കണം എന്ന്. അതേപോലെ ദേവന്മാർ പറയുകയാണ്, അങ്ങയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ അപേക്ഷിക്കേണ്ടതോ അർത്ഥിക്കേണ്ടതോ ആവശ്യമില്ല. അല്ലാതെ തന്നെ അങ്ങ് വാസ്തവത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് ദേവന്മാർ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആ പരമേശ്വര സ്വരൂപത്തെ വൈകുണ്ഠവാസിയായ സാക്ഷാൽ അനന്തശായിയായി കണ്ടു സ്തുതിക്കാം. പുരാകൽപാവായേ സുഹൃതമുദരീകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ ഫലില പുരകേന്ദ്ര അതിശയനെ പുമാൻ ശേഷേ സിദ്ധേ ഹൃതി വിമർശിത അധ്യാത്മപദവി ഫയേവാദ്യക്ഷ്ണോയപതിജലഫിതാനവഫിതാം. പുരാകൽപാവായേ സുകൃതം വികൃതം ഉദരീകൃത്യ തസ്മിൻ ഫലിലേ പുരകേന്ദ്രാതിശയനെ സിദ്ധൈഃ ഹൃദി വിമർശിത അധ്യാത്മപദവിഃ ആദ്യഃ പുമാൻ ത്വം ഏവ ശേഷി ത ഏവ ത്വം അദ്യ അക്ഷ്ണോഃ പഥി ചരസി ഭൃത്യാൻ നഃ അവഫി. പുരാകൽപാവായേ സുകൃതമുദരീകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ ഫലില ഉരകേന്ദ്രാതിശയനെ പുമാൻ ശേഷേ സിദ്ധേ ഹൃദി വിമർശിതാധ്യാത്മപദവി ഫയേവാദ്യക്ഷ്ണോയപതിജലഫിഭൃത്യാനവഫിന. പുരാകൽപാവായേ സുകൃതമുദരീകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ ഫലില ഉരകേന്ദ്രാതിശയനെ പുമാൻ ശേഷേ സിദ്ധേ ഹൃദി വിമർശിതാധ്യാത്മപദവി ഫയേവാദ്യക്ഷ്ണോയപതിജലഫിഭൃത്യാനവഫിന. ഗന്ധർവാഹ പൂജു, ഗന്ധർവന്മാരാണ്. അംശാംശാസ്തേ ദേവമരീച്യാദയ ഏതേ ബ്രഹ്മേന്ദ്രാദ്യാദേവഗണാരുദ്രപുരോഗാ ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭ്രമം തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമ. അംശാഹത്തെ അംശാംശാസ്തേ, അംശങ്ങളുടെ അംശമാണ്. തേ അങ്ങയുടെ ഭാഗത്തിന്റെ ഭാഗമാണ്. അങ്ങയുടെ അംശത്തിന്റെ അംശങ്ങളാകുന്നു ദേവഗണങ്ങൾ എല്ലാം. ദേവ മരീച്യാദേഹ, മരീച്യാദികളാകുന്ന സപ്തർഷിമാർ. ഏതേ അവരെ ബ്രഹ്മേന്ദ്രാദ്യാഹ ദേവഗണാഹ,
ബ്രഹ്മാവ്, ഇന്ദ്രൻ ആദികളായ ദേവഗണങ്ങൾ രുദ്രപുരോഗാഹ, രുദ്രനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ബ്രഹ്മാവ്, ഇന്ദ്രൻ ആദിയായവനും മരീച്യാദികളായ മഹർഷിമാരും രുദ്രൻ തുടങ്ങിയുള്ള രുദ്രൻ ദേവഗണമാണ്, ഒരു ദേവനല്ല, ഏകാദശ രുദ്രന്മാരാണ്. അങ്ങനെ രുദ്രഗണങ്ങളാകുന്ന ദേവന്മാരും അങ്ങയുടെ അംശാംശങ്ങളാണ്. ഏതേ ബ്രഹ്മേന്ദ്രാദ്യാഹ ദേവഗണാഹ രുദ്രപുരോഗതാഹ മരീച്യാദേഹ ദേവ തേ അംശാംശാഃ. ക്രീഡാഭണ്ഡം വിശ്വമിതം യഫ്യ ഇതം വിശ്വം ക്രീഡാഭണ്ഡം. യാതൊരുവന് ഈ വിശ്വം ഒരു കളിക്കോപ്പാണ്, കളിപ്പാട്ടമാണ്. ക്രീഡാഭണ്ഡം കളിപ്പാട്ടം. വിശ്വമിതം യഫ്യ വിമുക്തം. ഈ വിശ്വം മുഴുവൻ ആരുടെ വിഭ്രമമാണോ, ആരാണോ വിശ്വത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, തസ്മൈ അങ്ങേക്കായിക്കൊണ്ട് നിത്യം എന്നും ഹേ നാഥ, നാഥനായുള്ളവൻ, നമഃ തേ കരവാമ, തേ നമക്കരവാമ, നിനക്ക് നമസ്കാരങ്ങൾ ചെയ്യുന്നു, കരവാമ ചെയ്യുന്നു. നമസ്തേ കരവാമ, തേ നമക്കരവാമ, അങ്ങേക്ക് നമസ്കാരം ചെയ്യുന്നു ഞങ്ങൾ. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും അങ്ങേക്ക് ഒരു കളിക്കോപ്പ് പോലെയാണ്. ഇഷ്ടം പോലെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കും. കളിപ്പാട്ടങ്ങൾ പലതും അങ്ങനെയുള്ളതാണ്. നമ്മൾ ഇട്ടുകൊടുക്കും, അവരുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലും ഉണ്ടാക്കും, കണ്ട് രക്ഷിക്കും. ഇത്തിരി കഴിയുമ്പോൾ അതെല്ലാം അഴിച്ചു പറക്കിക്കളെ. ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരിച്ച് എല്ലാവരും ഉണ്ടാക്കുക. അവരുടെ ഇഷ്ടാനുസരണം അവരിതെല്ലാം ഉണ്ടാക്കും. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആരും അത് പിടിക്കാതെ തൊടാതെ പരിരക്ഷിക്കും. ഇത്തിരി കഴിഞ്ഞാൽ താൻ തന്നെ ഞാൻ തട്ടിയെടുത്ത് വരുന്നത്. ഇതുപോലെയാണ് അങ്ങേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്. ക്രീഡാഭണ്ഡം വിശ്വം. ഈ വിശ്വം മുഴുവൻ അങ്ങയുടെ കളിപ്പാട്ടമാണ്. അങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുകയാണ്. അപ്രകാരമുള്ള അങ്ങേ ഞങ്ങളിതാ നമസ്കരിക്കും. അംശാംശാസ്തേ ദേവമരീച്യാദയ ഏതേ ബ്രഹ്മേന്ദ്രാദ്യാദേവഗണാരുദ്രപുരോഗാഃ ക്രീഡാഭണ്ഡം വിശ്വമിദം യസ്യ വിഭ്രം തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമാം. ഹേ ദേവ, ബ്രഹ്മേന്ദ്രാദ്യാഃ ഏതേ മരീച്യാദയഃ രുദ്രപുരോഗാഃ ദേവഗണാഃ തേ അംശാംശാഃ. ഹേ വിഭൂമൻ, ഇതം വിശ്വം യസ്യ ക്രീഡാഭണ്ഡം. ഹേ നാഥ, തസ്മൈ തേ നമഃ നിത്യം നമക്കരവാമ. ശാസ്തേ ദേവമരീച്യാദയേതേ ബ്രഹ്മേന്ദ്രാദ്യാദേവഗണാരുദ്രപുരോഗാഃ ക്രീഡാഭണ്ഡം വിശ്വമിദം യസ്യ വിഭ്രമം യസ്യ വിഭൂമൻ. വിഭൂമനാണ്, വിഭ്രമല്ല. വിഭൂമൻ നഗാരം അനുസ്വാരമായിട്ട് മാറിയിട്ട് വിഭൂമം എന്നായതാണ്. വായിക്കുമ്പോൾ ഒന്നുകിൽ വിഭൂമൻ എന്ന് വായിക്കാം, അല്ലെങ്കിൽ വിഭൂമം തസ്മൈന്ന് ഒന്ന് ചേർത്ത് വായിക്കാം. ക്രീഡാഭണ്ഡം വിശ്വമിദം യസ്യ വിഭൂമൻ തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമം. അംശാംശാസ്തേ ദേവമരീച്യാദയ ഏതേ ബ്രഹ്മേന്ദ്രാദ്യാദേവഗണാരുദ്രപുരോഗാഃ ക്രീഡാഭണ്ഡം വിശ്വമിദം യസ്യ വിഭൂമൻ തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമം.
വിദ്യാധരാഹ ഊതുഹു. വിദ്യാധരന്മാർ പറഞ്ഞു, തന്മായർത്ഥമഭിപദ്യ കളേവരേസ്മിൻ കൃത്വാ മമാഹമരി ദുർമതിരുത്പഥേ ശ്രീ ക്ഷിപ്തോപ്യഫദ്വിഷേലാലഭ ആത്മമോഹം യുഷ്മകഥാമതനിഷേവക ഉദ്യുതഫ്യേത്. തന്മായ അർത്ഥം അഭിപദ്യ, അങ്ങയുടെ മായ കൊണ്ടാണ് ഈ അർത്ഥത്തെ ഉണ്ടാക്കിയിട്ട്. ഇവിടെ അർത്ഥത്തിന് പദാർത്ഥം, ഘടകങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ എന്ന് പറയാം. തന്മായ അർത്ഥം അഭിപദ്യ, അർത്ഥത്തെ പ്രാപിച്ചിട്ട് കളേബരെ അപ്പൻ കളേബരെ ഈ ശരീരത്തിൽ കൃത്വ ചെയ്തിട്ട് മമ അഹം ഇതി ദുർമതി, എന്റേതെന്നും ഞാനെന്നുമുള്ള ദുർമതി അഹംഭാവത്തെ കൃത്വ ചെയ്തിട്ട് പഥൈഹി സ്വൈ, സ്വന്തം വഴികളിലൂടെ ക്ഷിപ്തോപ്യഫദ്വിഷേലാലഭ, ക്ഷിപ്തനാണെങ്കിലും അതിലേക്കെറിയപ്പെട്ടവനാണെങ്കിലും അസത്തുക്കളായ വിഷയത്തിൽ ആഗ്രഹത്തോടു കൂടിയവനാണ്. ക്ഷിപ്തോപി അസദ്വിഷേലാലഭ ആത്മമോഹം, ആത്മമോഹം തൻ്റെതായ മോഹത്തെ, ആഗ്രഹത്തെ, ആത്മാവിൻ്റെ മോഹത്തെ യുഷ്മകഥാമത നിഷേവക, അങ്ങയുടെ കഥാമതത്തെ സേവിക്കുന്നവൻ ഉദ്യുതഫ്യേത്, ദൂരെ കളയും. ഉത്ത് ദൂരെ, വ്യുതഫ്യേത് കളയും. ഉദ്വ്യുതഫ്യേത് കൂടി ചേർപ്പാൽ ദൂരെ കളയുന്നു. ഈ ശരീരം ലഭിച്ചിട്ടും മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് അവർ പ്രാർത്ഥിക്കാതെ കിട്ടുന്നതാണ് ഈ ശരീരം. ആരും അപേക്ഷ കൊടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത് മേടിച്ചെടുത്തതല്ല ഈ ശരീരം. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ശരീരം തന്നത് എനിക്ക് എന്നാണെങ്കിൽ പരമപുരുഷാർത്ഥത്തെ സാധിക്കാനാണ്. എന്നിട്ട് ഞാൻ അങ്ങയുടെ മായാവലയത്തിൽ അകപ്പെട്ട് പുരുഷാർത്ഥത്തെ പ്രാപിക്കാനാവാതെ ജീവിതം വ്യർത്ഥമാക്കി തീർക്കും. ഇനിയും എന്താ അതിന് വേണ്ടത്? മായാമോഹിതരായതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവന ഉറച്ചു വരുന്നത്. അതിൽ നിന്നും വഴിപിഴച്ച് അവരുടെ പുത്രാദികൾ നിമിത്തം ശരീരത്തിന് അഭിമാനവും നിമിത്തവുമൊക്കെ അതിൽ അകപ്പെട്ടിട്ട് അസത്തുക്കളായ ശബ്ദാദി വിഷയങ്ങളെ ആഗ്രഹിച്ച് അസത്തായ വ്യാപാരത്വങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് വിദ്യാധർമാരുടെ സ്തുതിയുടെ താല്പര്യം. ശരീരാഭിമാനം ഉണ്ടായതുകൊണ്ടാണ് അപമാനം ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് അസത്തായ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നത് അപമാനം കൊണ്ടാണ്. അപമാനം ഉണ്ടാകുന്നത് ഞാനെന്നും എൻ്റെ എന്നുള്ള അഹംഭാവം കൊണ്ടാണ്. അങ്ങയുടെ കഥാമതത്തെ ആരാണോ നിരന്തരം കേൾക്കുന്നത് അവർക്ക് ഈ രണ്ടിൽ നിന്നും മുക്തി ലഭിക്കും. മായയിൽ അകപ്പെടാതിരിക്കും, ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കും,
അവമാനം ഏൽക്കാതിരിക്കും. എത്ര വിദ്വാനാണെങ്കിലും അങ്ങയിൽ ഭക്തി ഉണ്ടായാലല്ലാതെ മായയെ അതിക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അറിവുണ്ട്, പക്ഷേ ഭക്തിയില്ല. ഭക്തി ഉണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് വിദ്യാധന്മാർ പ്രാർത്ഥിക്കണം. തന്മായർത്ഥമഭിപദ്യ കളേവരസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പഥൈ ക്ഷിപ്തോപ്യസദ്വിഷേലാരഭ ആത്മമോഹം യുഷ്മത്കഥാമതനിഷേവക ഉദ്വിദഫ്യേത്. അർത്ഥം അഭിപദ്യ ത്വന്മായയാ അസ്മിൻ കളേബരെ അഹം മമ ഇതി കൃത്വാ ദുർമതിഃ ഉത്പഥൈഃ സ്വൈഃ ക്ഷിപ്തഃ അപി അസദ്വിഷേലാരഭഃ യുഷ്മത്കഥാമതം നിഷേവകഃ ആത്മമോഹം ഉദ്വിദഫ്യേത്. തന്മായർത്ഥമഭിപദ്യ കളേബരസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പഥൈ ക്ഷിപ്തോപ്യസദ്വിഷേലാലഭ ആത്മമോഹം യുഷ്മത്കഥാമതനിഷേവക ഉദ്വിദഫ്യേത്. തന്മായർത്ഥമഭിപദ്യ കളേബരസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പഥൈ ക്ഷിപ്തോപ്യസദ്വിഷേലാലഭ ആത്മമോഹം യുഷ്മത്കഥാമതനിഷേവക ഉദ്വിദഫ്യേത്. തന്മായർത്ഥമഭിപദ്യ കളേബരസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പഥൈ ക്ഷിപ്തോപ്യസദ്വിഷേലാലഭ ആത്മഗേഹം ആത്മമോഹം യുഷ്മത്കഥാമതനിഷേവക ഉദ്വിദഫ്യേത്. ബ്രാഹ്മണാः ഊചുः. ഇവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർ സ്തുതിച്ചു. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുതാശസ്വയം ത്വം ഹി മന്ത്ര സമിദ്ദർഭപാണി ദർഭപാത്രാണി ച ത്വം സദസ്യത്വജോ ദമ്പതീ ദേവതാം അഗ്നിഹോത്രം സുധാ സോമ ആജ്യം പശു. ത്വം ക്രതുഃ അങ്ങ് യജ്ഞമാണ്. ത്വം ഹവിഹി അങ്ങ് ഹവിഫാണ്. ത്വം ഹുതാശഃ അങ്ങ് അഗ്നിയാണ്. സ്വയം ത്വം ഹി മന്ത്ര മന്ത്രവും അങ്ങ് തന്നെയാണ്. പമിൻ ദർഭപാത്രാണിജ പമിത്ത് ദർഭകൾ പാത്രങ്ങൾ ഒക്കെ അങ്ങ് തന്നെ. ത്വം പദഫി ഋതുജോ ദമ്പതി ദേവത അങ്ങാണ് പദഫ്യർജോ പദഫി ഋതുജോ ഋതുജന്മാരായ പദഫിൽ ദമ്പതീ ദേവതാഹ ദമ്പതികൾ എന്ന ദേവതയും അങ്ങ് തന്നെ. അഗ്നിഹോത്രം സ്വഥാ സോമ ആജ്യം പശു. അഗ്നിഹോത്രം സ്വതയാണ്. സോമം ആജ്യമായ പശുവാണ്. യജ്ഞത്തിന്റെ സകല അംശവും അത് തന്നെയായി പരിണമിച്ചിരിക്കുന്നു. അങ്ങല്ലാതെ അതിൽ ഒന്നുമില്ല. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുതാശസ്വയം ത്വം ഹിമന്ത്രഭവത്രാണി ച ത്വം സദസ്യത്വജോ ദമ്പതീ ദേവത അഗ്നിഹോത്രം സദാ സോമ ആജ്യം പശു. ത്വം ക്രതുഃ ത്വം ഹവിഃ ത്വം ഹുതാശഃ സ്വയം ത്വം ഹിമന്ത്രഃ സമിത് ദർഭപാത്രാണി ച ത്വം സദസി ഋതുജോ ദമ്പതീ ദേവതാഃ അഗ്നിഹോത്രം സ്വധാ ആജ്യം പശുഃ സോമ. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുതാശസ്വയം ത്വം ഹിമന്ത്രഃ സമിത് ദർഭപാത്രാണി ച ത്വം സദസ്യുർജോ ദമ്പതീ ദേവതാ അഗ്നിഹോത്രം സ്വധാ സോമ ആജ്യം പശു. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുതാശസ്വയം ത്വം ഹിമന്ത്രഃ സമിത് ദർഭപാത്രാണി ച ത്വം സദസ്യുർജോ ദമ്പതീ ദേവതാ അഗ്നിഹോത്രം സ്വധാ സോമ ആജ്യം പശു. ത്വം പുരാഗാം രസായ
മഹാഫൂകരോ ദക്ഷയാ പത്നീം വാരണേന്ദ്രോ യഥാം സൂയമാനോ നദം ലീലയാ യോഗ വിദ്യഹർത്ഥ ത്രയീഗാത്ര യജ്ഞക്രതോ ത്വം അങ്ങ് പുരാ പണ്ട് താം രഫായാഹ അങ്ങ് പണ്ട് ഈ ഭൂമിയെ രഫായാഹ രഫാതലത്തിൽ നിന്നും സമുദ്രത്തിന് താഴെയുള്ള പാതാള ലോകത്ത് നിന്നും മഹാഫൂകരോ വലിയ പന്നിയായിട്ട് ദക്ഷ കൊണ്ട് പത്നി താമരയെ വാരണേന്ദ്രോ യഥ ആന എപ്രകാരമാണോ താമരപ്പൊയ്യയിലേക്ക് ഇറക്കി വിട്ട് കളിക്കുന്നത് അതുപോലെ അങ്ങ് പണ്ട് ഭൂമിയിൽ പാതാളത്തിൽ നിന്നും ഒരു പന്നിയുടെ വേഷം ധരിച്ച് ആ ദംഷ്ട്രയിൽ ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെ വാരണേന്ദ്രോ യഥാ അതുപോലെ ദംഷ്ട്ര കൊണ്ട് സ്തൂയമാനോ നദം ലീലയ ലീല കൊണ്ട് യോഗികളാൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന നദത്തെ ആന എന്ന പോലെ വിജ്ജഹർത്ഥ ഉദ്ധരിച്ചു തൈഗാത്ര യജ്ഞക്രപസു 3 ശരീരം ഉള്ളവനായ അങ്ങ് യജ്ഞത്തിലെ ക്രതുവായി തന്നെയാണ്. യജ്ഞം അങ്ങ് തന്നെയാണ്, അതിന് കൃതമായിട്ടിരിക്കുന്നു അങ്ങ് തന്നെയാണ്, മഹത്തായ സൂകരമായിട്ട് അവതരിച്ചും അങ്ങതാണ്, യോഗികളാൽ സ്തുതിക്കപ്പെടുന്നവനും അങ്ങ് തന്നെയാണ്. ഒരു കളിയായി ഈ പ്രപഞ്ചത്തിൽ ഉള്ളിൽ കയറി ആന താമരപ്പൊയിൽ ഇറക്കി വിട്ടാൽ ഏതുപോലെയോ എന്ന പോലെ ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ പാതാളത്തിൽ നിന്നും പണ്ട് അങ്ങ് വിജ്ജഹത്തു ഉദ്ധരിച്ചു ഉയർത്തിക്കൊണ്ടുവന്നില്ലേ. ത്വം പുരാഗാം രഫായ മഹാഭൂകരോ ദംഷ്ട്രയാ പത്നീം വാരണേന്ദ്രോ യഥാ സൂയമാനോ നദം ലീലയാ യോഗഭം വിജ്ജഹർത്ഥ ത്വരീഗാത്ര യജ്ഞക്രതോ ത്വരീഗാത്ര യജ്ഞക്രതുഃ മഹാഭൂകരഃ യോഗിഭിः स्तूयमानः लीलया नदं प्रविष्टः वारणेन्द्रः पत्मिनीं यथा दंष्ट्रया गां रफायाः पुरा विज्जहर्थ त्वं पुरा गां रफाया महाभूगरो दंष्ट्रया पत्नीं वारणेन्द्रो यथा सूयमानो नदं लीलया योगिभिर्विज्जहर्थ त्रीगत्र यज्ञक्रतौ त्वं पुरा गां रफाया महाभूगरो दंष्ट्रया पत्नीं वारणेन्द्रो यथा सूयमानो नदं लीलया योगिभिर्विज्जहर्थ यज्ञकृतो सप्रसीदत्वमस्माकमेकाङ्क्षताम् अस्माकमाकाङ्क्षतां दर्शनं ते परिभ्रष्टफलकर्मणां कृत्यमाने नभृन्नामि यज्ञेश ते यज्ञविघ्नाक्षयं यान्ति तस्मै नमः. അങ്ങ് അവൻ പ്രസാദിക്കൂ. ത്വം അങ്ങ് അസ്മാകം ആകാംക്ഷത ഞങ്ങളുടെ നേരെ ആഗ്രഹിക്കുന്നവരായ ഞങ്ങളുടെ നേരെ ആകാംക്ഷതാം
ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അസ്മാകം ഞങ്ങളുടെ നേരെ തത്വം പ്രസീത, അങ്ങ് ഒന്ന് പ്രസാദിക്കൂ. ഹേ യജ്ഞേശ, അല്ലയോ യജ്ഞത്തിന് ഫലം കൊടുക്കുന്നവനായ ഭഗവൻ, അങ്ങയുടെ പേര് കീർത്യമാനേ നിഭർ നാംനി യജ്ഞേശത്തെ. ഹേ യജ്ഞേശ, അങ്ങയുടെ കീർത്യമാനേ നാം, മനുഷ്യരാൽ കീർത്തിക്കപ്പെടുന്ന നാമത്തിൽ യജ്ഞവിഘ്നാഹ ക്ഷയം യാന്തി, യജ്ഞവിഘ്നങ്ങൾ തന്നെ നശിച്ചുപോലും. തസ്മൈ നമഃ. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് ഇതാ നമസ്കരിച്ചു. അങ്ങ് വാസ്തവത്തിൽ ഞങ്ങളുടെ നേരെ പ്രസാദിക്കാൻ കാരണമുണ്ട്. അങ്ങയുടെ ദർശനം കൊണ്ട് പാപങ്ങളെല്ലാം തീരും, ഞങ്ങൾ പരിശുദ്ധരായിത്തീരും. യജ്ഞസ്വരൂപനായ അങ്ങയുടെ ഓരോ അംഗങ്ങളും അവയവങ്ങളും യജ്ഞങ്ങളാണ്. അങ്ങനെയുള്ള യാഗാദികൾ സംഭവിക്കാവുന്ന എല്ലാ ദോഷങ്ങളും നശിച്ചു പോകുമല്ലോ. അത്രയ്ക്ക് മഹാത്മ്യമുള്ളതാണ് അങ്ങയുടെ ദർശനം. ഇത് ഞങ്ങൾക്ക് നേരിട്ടില്ലേ. സ്വപ്രസീതത്വമസ്മാകമാകാംക്ഷതാം ദർശനം തേ പരിഭ്രഷ്ടസത്കർമ്മണാം കീർത്യമാനേ നഭൃന്നാംനി യജ്ഞേശതേ യജ്ഞവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ. പരിഭ്രഷ്ടസത്കർമ്മണാം തേ ദർശനം ആകാംക്ഷതാം അസ്മാകം തത്വം പ്രസീത. ഹേ യജ്ഞേശ, തേ നാംനി നൃഭിഃ കീർത്യമാനി യജ്ഞവിഘ്നാഃ ക്ഷയം യാന്തി തസ്മൈ നമഃ. സ്വപ്രസീദത്വമസ്മാകമാകാംക്ഷതാം ദർശനം തേ പരിഭ്രഷ്ടഫൽകർമ്മണാം കീർത്യമാനേ നൃഭൃന്നാംനി യജ്ഞേശതേ യജ്ഞവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ. സ്വപ്രസീദത്വമസ്മാകമാകാംക്ഷതാം ദർശനം തേ പരിഭ്രഷ്ടഫൽകർമ്മണാം കീർത്യമാനേ നൃഭൃന്നാംനി യജ്ഞേശതേ യജ്ഞവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ. മൈത്രേയ ഉവാച. ഇത്രയും കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇതി രക്ഷ കവിയജ്ഞം ഭദ്രദ്രാവമർഷിതം കീർത്യമാനേ ഹൃഷീകേശ സന്നിന്യേ യജ്ഞഭാവനേ. ഇങ്ങനെ ദക്ഷൻ കവിയജ്ഞം ഭദ്ര രുദ്രാവമർഷിതം. ഹേ ഭദ്ര എന്ന് വിതുരരെ വിളിച്ചാൽ യജ്ഞഭാവേന ഇതി കീർത്തനെ. യജ്ഞഭാവേന ഇതി കീർത്യമാനെ. യജ്ഞഭാവത്തിലൂടെ ഇങ്ങനെ കീർത്തിക്കപ്പെട്ടിരിക്കുമ്പോൾ കവിഹി ദക്ഷ, കവിയായ ദക്ഷൻ രുദ്രാവമർഷിതം, രുദ്രനാൽ തന്നെ പരാജയപ്പെടുത്തിയതായ യജ്ഞത്തെ സംനിന്യേ ആരംഭിച്ചു. ദക്ഷൻ ആരു മുഖാന്തരമാണോ യജ്ഞം കലക്കപ്പെട്ടത്, ആ യജ്ഞത്തെ അതേ ദേവന്റെ അനുവാദത്തോടെ മുമ്പിൽ വെച്ച് ഇതാ പൂർണ്ണമാക്കാൻ പോകും. ഇത് ദക്ഷ കവി യജ്ഞം ഭദ്ര രുദ്രാവമർഷിതം കൃത്യമാനേ ഋഷീകേശേ പത്നിന്യേ യജ്ഞഭാവനേ. ഹേ വിദുര, ഹേ ഭദ്ര, യജ്ഞഭാവനേ ഹൃഷീകേശേ ഇത് കീർത്യമാനേ കവി ദക്ഷ രുദ്രാവമർഷിതം യജ്ഞം സംനിന്യേ.
ഇതി ദക്ഷ കവിയജ്ഞം ഭദ്രദ്രാവമർഷിതം കൃത്യമാനേ ഹൃഷീകേശേ ഫന്യേ യജ്ഞഭാവനേ. ഇതി ദക്ഷ കവിയജ്ഞം ഭദ്രദ്രാവമർഷിതം കൃത്യമാനേ ഹൃഷീകേശേ ഫന്യേ യജ്ഞഭാവനേ. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ ഇവാനഖാം. ഭഗവാൻ സ്വേന ഭാഗേന, ഭഗവാൻ തൻ്റെ ഭാഗം കൊണ്ട് സർവാത്മാ സർവഭാഗഭുക്, സർവാത്മാവും യജ്ഞത്തിൻ്റെ എല്ലാവരുടെയും ഭാഗത്ത് ഭുജിക്കുന്നവനുമായ അങ്ങ് ദക്ഷം ബഭാഷ, ദക്ഷനോട് പറഞ്ഞു, ആഭാഷ്യ പ്രിയമാണ് ഇവാനഖ. ആഭാഷ്യ ദക്ഷനെ പിടിച്ചിട്ട് സംബോധന ചെയ്തിട്ട് പ്രിയമാണ് ഇവ, സന്തോഷിപ്പിക്കുന്നവനെ പോലെ, ഹേ അനഘ സംബോധന, പാപമില്ലാത്തവനെയാണ്. യജ്ഞം പൂർത്തീകരിക്കാൻ തന്നെ ഭഗവാൻ തീരുമാനിച്ചു. മഹാവിഷ്ണു ആയതുകൊണ്ട് എല്ലാവരുടെയും യജ്ഞഭാഗത്ത് തൻ്റെ ഭാഗം കൊണ്ട് ലഭിച്ചവൻ എന്ന പോലെ ദക്ഷ സംബോധന ചെയ്തുകൊണ്ട് ഹേ വിതുര ഇങ്ങനെ പറഞ്ഞു. വിതുരനുമായിട്ടുള്ള സംഭാഷണം ചെയ്യുന്നതിനെ ഓർമ്മപ്പെടുത്താനാണ് അനഘ എന്നൊക്കെ ഇടയ്ക്ക് വിധത്തെ കയറി വിളിക്കുന്നത്. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവാനഖാം. സർവാത്മാ സർവഭാഗഭുക് ഭഗവാൻ സ്വേന ഭാഗേന പ്രിയമാണ് ഇവ ദക്ഷം ആഭാഷ്യ അനഘം ബഭാഷ. ഭഗവാൻ സ്വേനഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവ അനഘാം. ഭഗവാൻ സ്വേനഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവ അനഘാം. ശ്രീ ഭഗവാനുവാച. ഇനി ഭഗവാന്റെ വാക്കുകളാണ്. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം വിശേഷണം. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം. ഞാൻ ബ്രഹ്മാവാണ്, ശിവനാണ്, ജഗത്തിന്റെ ഏറ്റവും കാരണസ്വരൂപനാണ് ഞാൻ. ആത്മേശ്വര ഉപദ്രഷ്ട, ആത്മാവിനെയും ഈശ്വരനെയും കാണാൻ ആഗ്രഹിക്കുന്നവർ. സ്വയം ദീർഘവിശേഷണ, സ്വയം തന്നെത്താൻ ദീർഘ കണ്ണിനെ അവിശേഷണ, എല്ലാത്തിൽ നിന്നും വിട്ടിരിക്കുന്നവനായ ഞാൻ ജഗത്തിന്റെ കാരണമാണ്. ബ്രഹ്മാവും ശിവനും ഇതിനൊക്കെ ഞാൻ തന്നെയാണ് എന്ന് ആ ഒരു തത്വസ്വരൂപത്തെ പൂർണ്ണമാക്കുക. ശ്രീ ഭഗവാനുവാച. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം വിശേഷണ. ഈശ്വര അഹം ജഗത പരം കാരണം ബ്രഹ്മ സർവഃ ച. അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണേ അവിശേഷണ.
അഹം ബ്രഹ്മാതി സർവജ്ഞായകത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ടാഭയം ദീർഘവിശേഷണം. നമുക്കൊരു 10 മേൽ പദ്യങ്ങളുണ്ട്, ഇന്ന് തീരില്ല. എനിക്ക് ഒച്ച അടച്ചുണ്ട്, ശബ്ദം അത് ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിന്ന് ഇവിടെ ഉപസംഹരിക്കാം. സംശയമാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് പോകാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.